കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം വീണ്ടും സ്ഥാപിക്കുവാൻ കോൺഗ്രസ് തീരുമാനം. CPIM പ്രവർത്തകർ തകർത്ത് ഗാന്ധി സ്തൂപം പുനഃസ്ഥാപിക്കുവാനാണ് തീരുമാനം. വെള്ളിയാഴ്ച KPCC നേതാക്കൾ മലപ്പട്ടത്തെത്തും. മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K. സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുവപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടം മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥയും സംഘടിപ്പിച്ചു. ജാഥയ്ക്കിടെയും സമ്മേളനത്തിന് ശേഷവും സംഘർഷമുണ്ടായി. മലപ്പട്ടത്ത് CPM തകർത്ത ഗാന്ധി സ്തൂപം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മുൻ ആർമി ഉദ്യോഗസ്ഥനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ PR സനീഷ് പറഞ്ഞു. 16 വർഷത്തെ എൻ്റെ ഇന്ത്യൻ ആർമി സർവീസിന് ശേഷം ഞാൻ തിരിച്ചെത്തി. ഞാൻ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടൊപ്പം നിന്ന് അവരോടൊപ്പം അവരുടെ ദുഃഖത്തിലും എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിന് ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ പാർട്ടിക്ക് വേണ്ടിയും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ എൻ്റെ രാജ്യസേവനം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നാട്ടിൽ ഒരു ഗാന്ധിയ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഗാന്ധി സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഞാൻ തയ്യാറായതും എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഞാൻ ഗാന്ധി സ്തൂപം ഉണ്ടാക്കി ഗാന്ധിയുടെ തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി എൻ്റെ പാർട്ടി ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ നിന്നു. ഗാന്ധി സ്തൂപം ഞങ്ങളുടെ പാർട്ടിയുടെ DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുധീർ ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഗാന്ധി സ്തൂപം കണ്ണിൽ ചോരയില്ലാതെ CPMന്റെ നേതൃത്വത്തിലുള്ള CPMന്റെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നിഷ്ഠൂരം തല്ലിപ്പൊളിക്കുന്ന രീതിയിലേക്ക് വന്നു. എൻ്റെ വീടാക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു. ഈ ടെറർ അറ്റാക്കിനെ ഒരു രാജ്യത്തെ സേവിച്ച ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ, ഒരു പേടിയില്ലാത്ത പട്ടാളക്കാരൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഈ ഒരു അവസ്ഥ നേരിട്ടു. ഇന്ന് എൻ്റെ പാർട്ടിയും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ജനങ്ങൾ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പാർട്ടിയായുള്ള കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം എൻ്റെ കൂടെ നിന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള സാധാരണ പ്രവർത്തകർ, കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള സാധാരണ പ്രവർത്തകർ എൻ്റെ കൂടെ നിന്നു. 6 ജൂണിലെ വൈകുന്നേരം 3 മണിക്ക് മലപ്പട്ടത്ത് വെച്ചിട്ട് ആ ഗാന്ധി സ്തൂപം KPCCയുടെ അധ്യക്ഷതയിൽ ആ ഗാന്ധി സ്തൂപം തിരിച്ചു വരികയാണ്. ഗാന്ധിയുടെ തത്വങ്ങൾ ഇനി പ്രചരിക്കപ്പെടും. കേരളത്തിൽ ഒന്നടങ്കം ഉള്ള ജനങ്ങൾ ഗാന്ധിയുടെ തത്വങ്ങളും ആദർശങ്ങളും നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അറിയപ്പെടും. ലോകമെങ്ങും രാഷ്ട്രപിതാവിൻ്റെ മൂല്യങ്ങളെ അറിയപ്പെടും. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് മലപ്പട്ടത്തിൽ നിന്നും കുറിക്കുന്നത്. എല്ലാവരും ഗാന്ധിയുടെ ആദർശങ്ങളും തത്വങ്ങളും ഗാന്ധി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്ന സംഘപരിവാർ തൊട്ട് ഇങ്ങോട്ടുള്ളവർക്കെതിരായി അല്ലെങ്കിൽ CPM ശ്രമിച്ചു കൊള്ളുന്ന ഗാന്ധിയെ ഇല്ലാതാക്കുന്ന ഈ നടപടിക്കെതിരായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ജൂൺ 6 മലപ്പട്ടത്ത് വെച്ച് തന്നെ ഇങ്ങനൊരു വലിയൊരു ഗാന്ധിയുടെ സ്തൂപം അനാച്ഛാദനം ചെയ്യുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. V1 കേരള കണ്ണൂർ. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.